നമസ്കാരം. അൽനൂർ പബ്ലിക് സ്കൂളിന്റെ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ ബാസ്. ഇന്ന് എന്നോടൊപ്പം ന്യൂസ് ഡെസ്കിൽ ഖദീജ നൗറിൻ, ഈസാൻ ഫസാൻ, യസ്ദാൻ, ഹാദി മുഹമ്മദ് സയാൻ, അമ്രിൻ ഐഷ, ഫാത്തിമ ഫജ്വ. പ്രധാന വാർത്തകൾ. ജൂലൈ 5 പുതുതലമുറക്കായി ബഷീർ ഓർമ്മകൾ ഒരുക്കി മറ്റൊരു ബഷീർ ദിനം കൂടി. ശാസ്ത്രബോധമുണർത്തി ജൂലൈ 29. ചാന്ദ്രദിനം ആഘോഷമാക്കി അൽനൂർ വിദ്യാർത്ഥികൾ. സ്നേഹപൂർവ്വ സുപ്രഭാതവുമായി SKSSF. താളമേളങ്ങളുടെ അരങ്ങുണർന്നു. KG ഫസ്റ്റ് പരിശീലനത്തിന് തുടക്കമിട്ടു കുരുന്നുകൾ. ഓഗസ്റ്റ് 15 വീണ്ടും ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി. ദേശസ്നേഹ നിറവ് അൽനൂർ വിദ്യാർത്ഥികൾ. അധ്യയന വർഷത്തിലെ MPTA കമ്മിറ്റി രൂപീകരിച്ചു. സ്ഥാനം ഏറ്റെടുത്തു പുതുഭാരവാഹികൾ. വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമ ഫജ്വ. വാർത്തകൾ വിശദമായി. മാംഗോസ്റ്റിൻ ചോട്ടിലെ ഗ്രാമഫോൺ സംഗീതം നിലച്ചിട്ട് 30 വർഷം. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 30ാം ചരമവാർഷിക ദിനത്തിൽ വൈവിധ്യമാർന്ന ബഷീർ ദിനാചരണവുമായി കുട്ടികൾ. പുറക്കാട് അൽനൂർ പബ്ലിക് സ്കൂളിലാണ് തികച്ചും വ്യത്യസ്തമായ ബഷീർ ദിനാഘോഷം സംഘടിപ്പിച്ചത്. കഥകളുടെ സുൽത്താന് പുതുതലമുറക്കും കൂടി പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒട്ടേറെ പരിപാടികളുമായി ബഷീർ ഓർമ്മകൾ പുതുക്കി. പ്രധാന കൃതികളിലെ കഥാസന്ദർഭങ്ങൾ സ്കൂളിൽ പുനരാവിഷ്കരിച്ചപ്പോൾ പ്രമുഖ കഥാപാത്രങ്ങളായി കുട്ടികൾ തന്നെ രംഗത്തെത്തി. ഒറ്റക്കണ്ണൻ പോക്കറും സൈനബയും സുഹറയും മജീദും ബാഗയും എല്ലാം ബഷീറിനോടൊപ്പം വിദ്യാർത്ഥികളുമായി വിശേഷങ്ങൾ പങ്കുവച്ചു. ബഷീറായി അബ്ദുൽ ബാസിദ് വേഷമിട്ടു. ബഷീറിനെ പുതുതലമുറ അറിയുന്നതോടൊപ്പം ഉള്ളിൽ നിറയുകയും വേണം എന്ന് അധ്യാപകർ അഭിപ്രായപ്പെട്ടു. പുസ്തക പരിചയം, ക്വിസ് പ്രോഗ്രാം എന്നിവയും സ്കൂളിൽ സംഘടിപ്പിച്ചു. ഇത് മനുഷ്യന്റെ ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു വലിയ ചാട്ടം എന്ന് വിശേഷിക്കപ്പെട്ട ചാന്ദ്രദിനത്തിന്റെ ഓർമ്മകളുമായി മറ്റൊരു ദിനം. പുറക്കാട് അൽനൂർ പബ്ലിക് സ്കൂളിൽ ജൂലൈ 21 ഇന്റർനാഷണൽ മൂൺ ഡേ വൈവിധ്യങ്ങളോടെ ആഘോഷിച്ചു. ചന്ദ്രനിൽ മനുഷ്യ സ്പർശമറിഞ്ഞ് 55 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തിയ അധ്യാപകർ. സ്കൂളിലെ സ്പെഷ്യൽ ഇവന്റ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലാണ് വിവിധ ചാന്ദ്രദിന പരിപാടികൾ അരങ്ങേറിയത്. ഇതോടനുബന്ധിച്ച് പോസ്റ്ററുകളും മോഡലുകളും കുട്ടികളുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച് പ്രദർശനം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികൾക്കായി ക്വിസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. സ്നേഹപൂർവ്വം സുപ്രഭാതം. പുറക്കാട് നോർത്ത് ശാഖാതല ഉദ്ഘാടനം പുറക്കാട് അൽനൂർ പബ്ലിക് സ്കൂളിൽ നടന്നു. വിദ്യാർത്ഥികളുടെ വായനാശീലവും മാതൃഭാഷാ സ്നേഹവും വളർത്തുന്നതിനായി SKSSF സംഘടിപ്പിച്ച സ്നേഹപൂർവ്വം സുപ്രഭാതം പരിപാടിക്ക് അൽനൂരിൽ തുടക്കം കുറിച്ചു. ജൂലൈ 26 പ്രിൻസിപ്പൽ രജനി KKയുടെ അധ്യക്ഷതയിൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ SKSSF പുറക്കാട് നോർത്ത് മേഖലാ സെക്രട്ടറി ഹാമിദ് മുസ്തഫ ഹൈതമി, സ്കൂൾ ലീഡർ മുഹമ്മദ് NK, ഡെപ്യൂട്ടി ലീഡർ മിഥിലേജ് എന്നിവർക്ക് പത്രം കൈമാറിക്കൊണ്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പത്രങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണെന്നും വിദ്യാർത്ഥികളിൽ വിജ്ഞാനത്തോടൊപ്പം ഭാഷാശുദ്ധിയും പദാവലിയും പത്രങ്ങൾ പ്രദാനം ചെയ്യുമെന്നും ഹാമിദ് മുസ്തഫ ഹൈതമി ചടങ്ങിൽ പറഞ്ഞു. ആവശ്യമായി മാറി KG ഫസ്റ്റ്. സെപ്റ്റംബർ 12 നടക്കാനിരിക്കുന്ന KG ഫസ്റ്റിന്റെ പരിശീലനത്തിന് സ്കൂൾ തുടക്കം കുറിച്ചു. അൽനൂറിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ വർഷം നടക്കാനിരിക്കുന്ന KG ഫസ്റ്റ് പരിശീലനം അധ്യാപകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. സെപ്റ്റംബർ 12 അൽനൂർ വേദിയാക്കുന്ന കുട്ടികളുടെ കലോത്സവത്തിനായി അധ്യാപകരും കുട്ടികളും അത്യന്തം ആവശ്യത്തിലാണ്. KG വിഭാഗത്തിലെ 90ഓളം കുഞ്ഞുങ്ങളാണ് താളമേളങ്ങളുടെ അണിയറയിൽ പരിശീലനത്തിൽ ഉള്ളത്. കിൻഡർ ഗാർഡൻ കുരുന്നുകളിലെ കഴിവുകൾ കണ്ടെത്തി അവ മിനുക്കി വേദിയിൽ എത്തുന്നതിനായി അവരുടെ ആത്മവിശ്വാസവും കലാഭിരുചിയും വളർത്തുക എന്നതാണ്
കുഞ്ഞുങ്ങളുടെ കലോത്സവത്തിലൂടെ ലക്ഷ്യം വഹിക്കുന്നത്. ഒപ്പന, നാടകം, സംഘഗാനം തുടങ്ങിയ വിവിധ നൃത്തേതര ഇനങ്ങളിൽ സ്കൂളിൽ പരിശീലനം പുരോഗമിക്കുന്നു. സ്നേഹ സന്ദേശമുണർത്തി രാജ്യത്തിന്റെ 78ാം സ്വാതന്ത്ര്യ ദിനം വൈവിധ്യ പരിപാടികളോടെ അന്നൂർ സമൃദ്ധമായി ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങ് സ്കൂൾ ചെയർമാൻ സെയ്ദ് കെ പതാക ഉയർത്തി. തുടർന്ന് നടന്ന വിദ്യാർത്ഥികളുടെ മാസ്റ്ററിൽ ചടങ്ങിന് മെഴുകി. തുടർന്ന് സമരവീര നായരുടെ വേഷത്തിൽ രക്ഷിതാക്കൾ കുട്ടികളെ അണിച്ചൊരുക്കി വേദിയിലെത്തിച്ചു. ഈ പുനരാവിഷ്കരണം ചടങ്ങിൽ ഏറെ ശ്രദ്ധേയമായി. കുട്ടികളുടെ ദേശഭക്തി ഗാനങ്ങളും ചടങ്ങിന് മാറ്റുകൂട്ടി. പ്രഗത്ഭ ചരിത്ര അധ്യാപകനായ ചാത്തോത്ത് സജീവൻ മാസ്റ്റർ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി നടത്തിയ മമ്മി ആൻഡ് മീ കിസ് പ്രോഗ്രാമിൽ ഫാരിഷ ആൻഡ് അസീം അബ്ദുള്ള 1ാം സ്ഥാനവും സഫ്ന ആൻഡ് അസീം മുഹമ്മദ് ദാനിഷ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയപ്പോൾ 3ാം സ്ഥാനം 3 പേർ പങ്കിട്ടെടുത്തു. അന്നൂർ പബ്ലിക് സ്കൂളിലെ 2024-25 വർഷത്തെ MPTA കമ്മിറ്റി രൂപീകരിച്ചു. സ്ഥാനമേറ്റെടുത്ത് പുതിയ ഭാരവാഹികൾ. ഓഗസ്റ്റ് 21 അന്നൂർ പബ്ലിക് സ്കൂളിന്റെ പുതിയ അധ്യയന വർഷത്തിലെ MPTA കമ്മിറ്റി രൂപീകരിച്ചു. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകളിലെ രക്ഷാകർ പ്രതിനിധികൾ മീറ്റിംഗിൽ പങ്കെടുത്തു. പ്രിൻസിപ്പൽ, മാനേജർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ മുൻ MPTA പ്രസിഡന്റ് റംസീന റസീം അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന കമ്മിറ്റി രൂപീകരണത്തിൽ 16 അംഗ കമ്മിറ്റി നിലവിൽ വരികയും ഷർമിന MPTA പ്രസിഡന്റായും ഖദീജ യാസർ വൈസ് പ്രസിഡന്റായും സ്ഥാനമേൽക്കുകയും ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.